അവൻ അവൾക്ക് പണം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടും അവൻ അവൾക്ക് പണം കൊടുത്തു. She got the money from him even though he said that he wouldn't give it to her. എനിക്ക് 18 വയസ്സുള്ളപ്പോൾ ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചു. ഡ്രൈവിംഗ് ലൈസൻസും നേടി. I learned to drive a car and got a driver's license when I was 18. ഞാൻ വിവാഹിതനായതിനു ശേഷം അല്ലെങ്കിൽ ഞാൻ വിവാഹിത ആയതിനു ശേഷം എൻ്റെ ഹിന്ദി മെച്ചപ്പെട്ടു. എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. After I got married, my Hindi got better and I could understand more. കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം എനിക്ക് അച്ഛൻ്റെ കമ്പനിയിൽ ജോലി ലഭിച്ചു. After I graduated from college, I got a job with my father's company. അവർ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പുറപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ അവർ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു. The train had already left when they got to the station. ഇന്ന് രാവിലെ നിങ്ങൾ കട്ടിലിൻ്റെ തെറ്റായ ഭാഗത്ത് എഴുന്നേറ്റതായി തോന്നുന്നു. മീൻസ് ഇന്ന് രാവിലെ നിങ്ങൾ തെറ്റായ സൈഡിൽ കൂടിയാണ് എഴുന്നേറ്റത്. ഇടത്ത് വലത്ത് ഏതൊരു സൈഡിൽ കൂടെ എഴുന്നേൽക്കുമ്പോൾ നല്ലതാണ്, മറ്റേ സൈഡിൽ എഴുന്നേൽക്കുമ്പോൾ നല്ലതായിരിക്കില്ല എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒരാളുടെ മൂഡിനെ അടിസ്ഥാനമാക്കിയിട്ട് പറയുന്നതാണ് കേട്ടോ. ഇന്ന് അവൻ എഴുന്നേറ്റത് തെറ്റായ സ്ഥലത്ത് കൂടിയാണ്, അങ്ങനെ നല്ലൊരു മൂഡിലല്ല എന്നുള്ളൊരു അർത്ഥം വരുത്താൻ വേണ്ടി പറയുന്നതാണ്. ഇറ്റ് സീംസ് ലൈക്ക് യു ഗോട്ട് അപ്പ് ഓൺ ദ റോങ് സൈഡ് ഓഫ് ദ ബെഡ് ദിസ് മോർണിംഗ്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടതായി ഞാൻ ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടതായി ഞാൻ ശ്രദ്ധിച്ചത്. When I got home, I noticed that I had lost my wallet. അവൻ ആദ്യത്തെ ട്രെയിൻ പിടിച്ച് കൃത്യസമയത്ത് അവിടെ എത്തി. He caught the first train and got there just in time. എനിക്ക് കിട്ടിയ ശിക്ഷ ഞാൻ അർഹിക്കുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. I don't think that I deserve the punishment I got. ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ അസംബ്ലി കഴിഞ്ഞിരുന്നു. When I got to school, the assembly had already finished. എനിക്ക് നാളെ രാവിലെ നേരത്തെ തന്നെ ഇവിടെ നിന്ന് പോകണം. I have got to leave here early tomorrow morning. ഞാൻ ഇപ്പോൾ എഴുന്നേറ്റതേയുള്ളൂ. എനിക്ക് റെഡിയാവാൻ കുറച്ച് മിനിറ്റുകൾ തരൂ, അല്ലെങ്കിൽ എനിക്ക് റെഡിയാവാൻ കുറച്ച് സമയം തരൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. I just got up. Give me a few minutes to get ready. ഭക്ഷണക്രമത്തിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമാണിതെന്ന് ഞാൻ കരുതുന്നു. I think it's time for me to consider going on a diet. ഇവിടെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. I think there has been some misunderstanding here. ഞാൻ ശരിക്കും എന്താണ് ചിന്തിക്കുന്നതെന്ന് പറയാൻ സമയമായി എന്ന് ഞാൻ കരുതുന്നു. I think it's time for me to say what I really think. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. I don't think he has anything to do with this matter. ഞാൻ കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷം ഞാൻ വീട്ടിലേക്ക് മടങ്ങി 3 വർഷത്തോളം എൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിച്ചു. After I graduated from college, I moved back home and lived with my parents for 3 years. അവൾ അവനിൽ നിന്ന് കുറേ പണം വാങ്ങി കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവൾക്കത് മിക്കവാറും തിരികെ നൽകാൻ കഴിയും എന്ന് തോന്നുന്നില്ല. She owes him a lot of money, but she probably won't be able to pay it back. Thank you for watching my video. Keep supporting.